പുത്തനച്ചി പുരപ്പുറം തൂക്കും എന്നൊരു ചൊല്ലുണ്ട്. ചരിത്രത്തിൽ ആദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്ത BJP മേയർ BV രാജേഷ് ഇപ്രകാരമൊരു ചൊല്ലിന് വലിയ അർത്ഥങ്ങൾ നൽകുന്ന മനുഷ്യനാണെന്ന് തോന്നുന്നു. BV രാജേഷിൻ്റെ രാഷ്ട്രീയ പക്വതയില്ലായ്മയാണ് ഈ ബസിൻ്റെ വിവാദത്തിൽ സംഭവിച്ചത്. മന്ത്രി ഗണേഷ് കുമാർ BV രാജേഷിന് കണക്കിന് കൊടുക്കുകയും ചെയ്തു. 113 ഈ ബസ്സുകൾ കോർപ്പറേഷൻ, സ്മാർട്ട് സിറ്റി, KSRTC എന്നിവയുടെ സഹകരണത്തോടുകൂടി വാങ്ങിയതാണ്. ഈ 113 ഈ ബസ്സുകൾ കോർപ്പറേഷനിൽ മാത്രം കിടന്ന് കറങ്ങിയാൽ മതി എന്നാണ് BV രാജേഷിൻ്റെ നിർദ്ദേശം. ഈ ബസ്സുകൾ മൂന്നാർ വരെ പോകാറുണ്ടെന്നുള്ള മണ്ടത്തനവും BV രാജേഷ് വിളിച്ചു പറഞ്ഞു. എന്തായാലും ഗണേഷ് കുമാർ കണക്കിന് കൊടുത്തു BV രാജേഷിന്. 113 വണ്ടികൾ കോർപ്പറേഷന് തിരിച്ചെടുക്കാമെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു. പകരം 150 വണ്ടികൾ പുറത്തുനിന്ന് കൊണ്ടുവരുമെന്നും തിരുവനന്തപുരത്തുകാർക്ക് യാത്രയ്ക്ക് ഒരു ബുദ്ധിമുട്ടും സർക്കാർ വരുത്തില്ലെന്നും ഗണേഷ് കുമാർ തിരിച്ചടിച്ചു. 113 വണ്ടികൾ കോർപ്പറേഷന് തിരിച്ചെടുക്കാം, പക്ഷേ അവ പാർക്ക് ചെയ്യാൻ KSRTC സ്ഥലം നൽകില്ല. ഇതാണ് മന്ത്രി തിരിച്ചടിച്ചത്. ഉടനെ തന്നെ BV രാജേഷ് വൈകുന്നേരം അന്തം വിട്ട് പത്രസമ്മേളനം വിളിച്ചു. മന്ത്രിയുമായി ഗുസ്തി പിടിക്കാൻ താനില്ലെന്നും മുൻ മേയർ ആര്യ രാജേന്ദ്രൻ താൻ ഉയർത്തിയ ഇതേ വിവാദം ഉയർത്തിയിട്ടുണ്ടെന്നും അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണെന്നും ഒക്കെ മാധ്യമപ്രവർത്തകരെ കാണിച്ച് തടി തപ്പാൻ ശ്രമിക്കുന്ന BV രാജേഷിനെയാണ് ഇന്നലെ വൈകുന്നേരം പൊളിറ്റിക്സ് കേരള കണ്ടത്. BV രാജേഷ് വളരെ അസ്വസ്ഥനായിരുന്നു എന്ന് വ്യക്തം. മേയറും മന്ത്രിയും തമ്മിലുള്ള തർക്കത്തിൽ BV രാജേഷിൻ്റെ ആഫീസ് പൂട്ടുന്ന രീതിയിലുള്ള പ്രതികരണമാണ് ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ നടത്തിയത്. ഈ ബസ്സുകൾ തിരുവനന്തപുരത്തെ നഗരവാസികളുടെ യാത്രാക്ലേശം ദൂരീകരിക്കാനായി കൊണ്ടുവന്ന ബസ്സുകളാണ്. ഈ ബസ്സുകൾ അവർക്ക് നിശ്ചയിച്ചിട്ടുള്ള റൂട്ട് വിട്ട് സഞ്ചരിക്കുന്നില്ല എന്നാണ് ഗണേഷ് കുമാർ പറഞ്ഞത്. മാത്രമല്ല, ഇലക്ട്രിസിറ്റിയിൽ പ്രവർത്തിക്കുന്ന ബസ്സുകളാണ് ഇത്. അവ ചാർജ് ചെയ്യണം. അതുകൊണ്ട് തന്നെ റൂട്ട് നിർദ്ദേശിച്ചിരിക്കുന്ന റൂട്ട് വിട്ട് ഓടാൻ കഴിയില്ല. ഈ ഒരു ന്യായീകരണം ഗണേഷ് കുമാർ പറഞ്ഞപ്പോൾ അതിൻ്റെ ശാസ്ത്രീയത തിരിച്ചറിയാൻ BV രാജേഷിന് കഴിയാതെ പോയി. BV രാജേഷ് പിന്നീട് അന്തം വിട്ട് മാധ്യമ സമ്മേളനം വിളിക്കുന്നു. മാധ്യമപ്രവർത്തകരോട് പറയുന്നു, KSRTCയുമായോ ഗണേഷ് കുമാറുമായോ ഗുസ്തി പിടിക്കാൻ താനില്ലെന്നും പക്ഷേ താൻ തൻ്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ഒക്കെ പറഞ്ഞ് തടിതപ്പി അങ്ങ് പോയി BV രാജേഷ്. ചരിത്രത്തിൽ ആദ്യമായി തിരുവനന്തപുരം നഗരസഭ പിടിച്ചെടുത്ത ശേഷം മേയർ BV രാജേഷും കൗൺസിലർ ശ്രീലേഖയും ഒക്കെ നടത്തിക്കൂട്ടുന്ന പ്രവർത്തനങ്ങൾ BJPക്ക് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നു. രാഷ്ട്രീയ പക്വതയാണ് BV രാജേഷിനെ മേയറാക്കി മാറ്റാൻ BJP തീരുമാനിച്ചത്. BJP രാഷ്ട്രീയ പക്വത കൂടി കണക്കിലെടുത്താണ് BV രാജേഷിനെ BJP മേയറാക്കിയത്. പക്ഷേ തനിക്ക് രാഷ്ട്രീയ പക്വത ഇല്ലെന്ന് BV രാജേഷ് തെളിയിച്ചു. മന്ത്രിയുമായുള്ള വിവാദം അനാവശ്യമായിരുന്നു. അത് മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടു BV രാജേഷ്. BV രാജേഷിൻ്റെ പത്രസമ്മേളനത്തിൽ ഒരു മാധ്യമപ്രവർത്തക അത് ചോദിക്കുകയും ചെയ്തു. മന്ത്രിയുമായുള്ള വിവാദം പേഴ്സണലായിട്ട് പറഞ്ഞു തീർത്താൽ പോരായിരുന്നു, മാധ്യമങ്ങളെ അറിയിച്ചതെന്തിന്? അങ്ങനെയുള്ള ചോദ്യത്തിനൊന്നും ഇന്നലെ BV രാജേഷ് മറുപടി പറഞ്ഞ് കണ്ടില്ല. എങ്ങനെയെങ്കിലും സംഭവം സോൾവ് ചെയ്യാനുള്ള തിടുക്കമായിരുന്നു BV രാജേഷിന്. BV രാജേഷിൻ്റെ നീക്കം പാളി. ഗണേഷ് കുമാർ കണക്കിന് കൊടുത്തു BV രാജേഷിന്. ഗണേഷ് കുമാറിൻ്റെ കൃത്യമായ മറുപടി BV രാജേഷിനെ മാളത്തിൽ ഒളിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് അദ്ദേഹം ഇന്നലെ തിടുക്കപ്പെട്ട് പത്രസമ്മേളനം വിളിച്ചത്. ആ പത്രസമ്മേളനത്തിലുടനീളം സ്വയം ന്യായീകരിക്കാനും മറ്റുമാണ് BV രാജേഷ് ശ്രമിച്ചത്. പക്ഷേ
ഇനി മന്ത്രിയുമായി ഒരു ഗുസ്തി മത്സരത്തിന് ഇല്ല എന്ന് തൊഴുകൈകളോടെ പറയേണ്ടി വന്നു വി രാജേഷിന്. ചുരുക്കത്തിൽ വി രാജേഷിൻ്റെ ആ പീസ് പൊട്ടി.